ഡോക്ടർ മറുപടി ഒന്നും പറഞ്ഞില്ല. സി മിസ്റ്റർ പണിക്കർ, വേണമെങ്കിൽ നിങ്ങളുടെ മകളുടെ ഈ അവസ്ഥയെ ജെൻഡർ ഐഡന്റിറ്റി ഡിസോർഡർ എന്നൊക്കെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ബട്ട് യു നോ, അതൊരു രോഗമല്ല. ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ഇനി എന്തുകൊണ്ട് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ ദൈവത്തിനറിയാം എന്നുള്ളത് ഏറ്റവും എളുപ്പമുള്ള ഉത്തരം. പക്ഷേ ഡോക്ടർ, ഈ ഒരു മാനസികാവസ്ഥയെ പ്രോപ്പർ കൗൺസിലിംഗ് കൊണ്ട് മറികടക്കാൻ പറ്റുമല്ലോ അല്ലേ? പറ്റിയേക്കാം. ചില കേസുകൾ, വളരെ വിരളമായ ചില കേസുകൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഭൂരിപക്ഷം കേസുകളിലും കൗൺസിലിംഗ് സക്സസ് ആകാറില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ സൊസൈറ്റിയെ പേടിച്ച്, വീട്ടുകാരുടെ നിർബന്ധത്തിനും ഭീഷണിക്കും വഴങ്ങി, സ്വന്തം മനസ്സിനെ സപ്രസ് ചെയ്ത് ജനിച്ച ജെൻഡറിൽ തന്നെ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരുമുണ്ട്. സ്വന്തം മനസ്സിനെയും സത്വത്തെയും അടിച്ചമർത്തി ഒടുവിൽ ആ പ്രഷർ താങ്ങാനാവാതെ അവരിൽ പലരും ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുകയോ അരാജജീവിതം തിരഞ്ഞെടുക്കുകയോ ചെയ്യാം. അതിലും എത്രയോ നല്ലതാ ആഗ്രഹിച്ച ജെൻഡറിൽ അവരെ ജീവിക്കാൻ അനുവദിക്കുന്നത്. മറ്റുള്ളവരെ പോലെ സന്തോഷത്തോടെയും ആത്മാഭിമാനത്തോടെയും ജീവിക്കാനുള്ള അവകാശം, എല്ലാ അവകാശവും അവർക്കും ഇല്ലേ? എന്താ പണിക്കർ, അതൊരു ഹ്യൂമൻ റൈറ്റിന്റെ വിഷയമല്ലേ? അതൊക്കെ ഞാനും സമ്മതിക്കുന്നു ഡോക്ടർ. മാറി നിന്ന് ന്യായീകരിക്കാൻ ആർക്കും എളുപ്പമാണ്. സ്വന്തം കുടുംബത്തിൽ ഇതുപോലെ ഒരാളുണ്ടാകുമ്പോഴേ അതിൻ്റെ വേദനയും അപമാനമൊക്കെ അവർക്ക് മനസ്സിലാവുള്ളൂ. യെസ്, നിങ്ങളുടെ ഫീലിങ്സ് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുമായി ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. തീരുമാനം അത് നിങ്ങളുടേത് മാത്രം. അപ്പോൾ കൗൺസിലിങ്ങും ട്രീറ്റ്മെൻറ്റും കൊണ്ട് പൂർണ്ണമായും പ്രയോജനമില്ലെന്നാണോ ഡോക്ടറുടെ അഭിപ്രായം? പറഞ്ഞല്ലോ, ഇറ്റ് ഡിപ്പെൻസ്. അതൊരാളുടെ മനോനിലയെ ആശ്രയിച്ചിരിക്കും. ഫോർ എക്സാമ്പിൾ, മദ്യത്തോട് കടുത്ത ആസക്തിയുള്ള ഒരാളെ നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോയി ഉപദേശിച്ചും ട്രീറ്റ് ചെയ്തും അയാളിലെ മദ്യാസക്തി കുറയ്ക്കാൻ ശ്രമിക്കുന്നു എന്നിരിക്കട്ടെ. മദ്യപാനം തന്നിലും തൻ്റെ വീട്ടിലും സമൂഹത്തിലും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി അയാൾ ആ സമയത്തേക്ക് മാത്രം ഒന്ന് ബോധവാനാകും. പക്ഷെ പിന്നീട് എപ്പോഴെങ്കിലും, അല്ലെങ്കിൽ മദ്യപിക്കാൻ അയാൾക്ക് കിട്ടുന്ന ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ മറ്റെല്ലാ വിലക്കുകളെയും പ്രശ്നങ്ങളെയും മറന്നുകൊണ്ട് അയാൾ തന്നിലെ മദ്യപനെ പൂർണ്ണമായും ആശ്രയിക്കും. ശരിയല്ലേ? അതുപോലെ തന്നെയാ ഒരു ട്രാൻസ്പേഴ്സന്റെ മനസ്സും. എത്ര അടിച്ചമർത്തിയാലും തന്നിലെ സഹജമായ ജെൻഡർ ഇൻട്രസ്റ്റ് പ്രകടിപ്പിക്കാൻ കിട്ടുന്ന ഏറ്റവും അടുത്ത നിമിഷം അയാളത് പ്രകടിപ്പിച്ചിരിക്കും. ഇനി അതിനുള്ള അവസരം നമ്മൾ ബോധപൂർവം കൊടുക്കുന്നില്ല എന്ന് തന്നെ ഇരിക്കട്ടെ, അത് ആ വ്യക്തിയെ കടുത്ത വിഷാദ രോഗിയാക്കും. പിന്നീട് അയാളുടെ മുന്നിൽ അവശേഷിക്കുന്നത് സ്വയം അവസാനിപ്പിക്കുക എന്നുള്ള ഒറ്റ മാർഗം മാത്രമായിരിക്കും. അതിലും എത്രയോ ഭേദമാ അയാളെ അയാളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ അനുവദിക്കുന്നത്. മകളുടെ കാര്യത്തിൽ എന്ത് വേണമെന്ന് മിസ്റ്റർ വിജയ് വ്യക്തമായി ആലോചിക്കും. എടുക്കുന്ന തീരുമാനം മകൾക്കും നിങ്ങൾക്കും ദോഷകരമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അയിനോ, ഒരച്ഛനെന്ന നിലയിൽ നിങ്ങൾക്കിതൊക്കെ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ലോകത്തെ കുറച്ചുകൂടി വിശാലമായ ഒരു രീതിയിൽ നോക്കിക്കാണുന്ന ഒരാളെന്ന നിലയിൽ നിങ്ങൾക്ക് അപൂർവയെ അവളുടെ ഇഷ്ടത്തിനും താല്പര്യത്തിനും വിട്ടുകൊടുക്കാൻ നോ, നെവർ. ഒരു രീതിയിലും ഒരിക്കലും എനിക്ക് അവളെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു കോമാളി വേഷം കെട്ടാനല്ല ഞാൻ എൻ്റെ മോളെ ഇതുവരെ വളർത്തിയത്. പെണ്ണായിട്ടാണ് അവൾ ജനിച്ചതെങ്കിൽ പെണ്ണായിട്ട് തന്നെ അവൾ ജീവിക്കും. അതിനുള്ള വഴി എനിക്കറിയാം. ഓക്കെ ഡോക്ടർ.